നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. കെ മാണിയെ പ്രതിരോധിക്കുന്നതിൽ കോൺഗ്രസിലും കേരള കോൺഗ്രസിലും അന്തസംഘർഷങ്ങൾ. മാണിയെ പിന്തുണയ്ക്കാതെ കെ ആന്റണിയും വി എം സുധീരനും ന്യായീകരിച്ച് മുഖ്യമന്ത്രി. ഇത് ഫൈനൽ വേർഡാണോ? നിയമത്തിന്റെ അവസാന വാക്കാണോ? അല്ലല്ലോ. പി ജെ ജോസഫ് വിഭാഗത്തിനും അതൃപ്തി. ഉടൻ ഉന്നതാധികാര സമിതി ചേരണമെന്ന് പി സി ജോസഫ്. ആവശ്യം മാണി തള്ളി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ യോഗം ചേരുമെന്ന് പി ജെ ജോസഫ്. ബാർകോഴ കേസിലെ വിധിയെ പിന്തുണച്ച ഡി ജി പി ജേക്കബ് തോമസിനെതിരെ സർക്കാരിൽ പടയൊരുക്കം. ആഞ്ഞടിച്ച് ഡി ജി പി സെൻകുമാർ. നടപടി ഉണ്ടാകുമെന്ന് ചീഫ് സെക്രട്ടറി. നിലക്ക് നിർത്തുമെന്ന് മുഖ്യമന്ത്രി. ഉദ്യോഗസ്ഥന്മാരെ ആ പരിധിക്കപ്പുറം പോകാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. അച്ചടക്കവാദികളെ പരിഹസിച്ച് ജേക്കബ് തോമസ്. ഇന്ന് നിങ്ങളെ കാണാൻ വന്നപ്പോൾ ഒരു ടേപ്പ് ഒട്ടിക്കണമെന്ന് പറഞ്ഞ് ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിരുന്നു. ഇങ്ങനെ മുഖത്തിങ്ങനെ രണ്ടും ഒട്ടിക്കണോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. വിധിക്കെതിരെ അപ്പീൽ നൽകാൻ വിജിലൻസ് ആഭ്യന്തര വകുപ്പിനോട് അനുമതി തേടി. കേരള ഹൗസിൽ പോലീസ് എത്തിയത് സംഘർഷം ഒഴിവാക്കാനെന്ന് രാജ്നാഥ് സിംഗ് റിപ്പോർട്ടറിനോട്. പോലീസ് റെയ്ഡ് നടത്തിയിട്ടില്ല. Acted against the person who gave this type of the false information. ഹരിയാനയിൽ ദലിത് കുടിലിന് തീപിടിച്ചത് അകത്തുനിന്നാണെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിലെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. വോട്ടപ്പാച്ചിലിൽ സ്ഥാനാർത്ഥികൾ. രാഷ്ട്രീയത്തിന്റെ ഉൾച്ചൂടിൽ പ്രചാരണ രംഗം. അവസരം ലഭിക്കാത്ത കളിക്കാരാണ് ടീമിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നതെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താൽക്കാലിക പരിശീലകൻ ട്രെവർ മോർഗൻ. ഇന്ത്യൻ ടീമിന്റെ രാജ്യാന്തര മത്സരം നടക്കുമ്പോൾ ISL വേണ്ടെന്ന് ക്യാപ്റ്റൻ സുനിൽ ഛേത്രി. വിശദമായി. ബാർകോഴ കേസിൽ കെ എം മാണിയെ സംരക്ഷിക്കുന്നതിൽ കോൺഗ്രസിൽ ഭിന്നത. വിധിയുടെ പശ്ചാത്തലത്തിൽ മാണിയെ പരസ്യമായി പിന്തുണയ്ക്കാൻ KPCC അധ്യക്ഷൻ വി എം സുധീരനും പ്രവർത്തക സമിതി അംഗം AK ആന്റണിയും തയ്യാറായില്ല. മാണിയുടെ കാര്യത്തിൽ കോൺഗ്രസ് UDF-ൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് AK ആന്റണിയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു മാത്രമേ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയൂ എന്ന് വി എം സുധീരനും വ്യക്തമാക്കി. രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കുകയും കെ കരുണാകരനെ കൊണ്ട് രാജിവെപ്പിക്കുകയും ചെയ്തയാൾ കെ എം മാണിയെ അനുകൂലിക്കുന്നുണ്ടോ എന്നായിരുന്നു AK ആന്റണിയോടുള്ള ചോദ്യം. ധാർമ്മികത തികച്ചും പേഴ്സണലാണ്, തികച്ചും വ്യക്തിപരമാണ്. അത് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ല. തുടരന്വേഷണം നടക്കട്ടെ. മറ്റ് തുടർ നടപടികൾ കോൺഗ്രസ് പാർട്ടി UDF-ഉം എല്ലാവരോടും ആലോചിച്ച് തീരുമാനം എടുക്കണം. കെ എം മാണിക്കെതിരായ കോടതി വിധി UDF-ന്റെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ ബാധിക്കില്ല. രണ്ട് മുന്നണികളെയും തരപ്പെടുത്തുമ്പോൾ ജനങ്ങൾ, നമ്മുടെ നാട്ടിൽ പഴപ്പില്ലേ, തമ്മിൽ പേരും തൊമ്മനും 101% ജനങ്ങൾക്കറിയാം LDF-നേക്കാൾ ഫാർ ബെറ്റർ. എന്ത് ആരോപണം വന്നാലും ജനങ്ങൾ UDF-നെയാണ് ജയിപ്പിക്കുന്നത്. UDF-ന് തെറ്റുപറ്റിയിട്ടുണ്ട്. ദൈവങ്ങൾ പോലും എല്ലാം തികഞ്ഞവരല്ല. ഇല്ലാതെ ദൈവങ്ങളുണ്ടോ? പ്രസാദിപ്പിച്ചാൽ പ്രസാദിക്കുന്നവരല്ലേ ദൈവങ്ങളും. മണിയടിച്ചാൽ ദൈവങ്ങൾ പോലും പ്രസാദിക്കുന്നില്ലേ പറയുന്ന അർത്ഥം. ബാർകോഴ കേസിൽ ഉചിതമായ സമയത്ത് പ്രതികരിക്കുമെന്ന നിലപാടെടുത്ത് വി എം സുധീരനും മാണിയെ ന്യായീകരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറി. ജനകീയ കോടതിയിലേക്ക് വന്നിരിക്കുകയാണ്. ജനങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയം സംബന്ധിച്ച് ഉചിതമായി കൂടുതൽ എന്തെങ്കിലും പറയേണ്ടതായിട്ടുണ്ടെങ്കിൽ പറയാൻ ഞങ്ങൾ മടിക്കില്ല. പക്ഷേ അത് ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ തന്നെ ആ കാര്യം വ്യക്തമാണ്. വിജിലൻസ് കോടതി വിധിയുടെ ടൈമിംഗ് അതിഗംഭീരമെന്ന് പരിഹസിച്ച കോൺഗ്രസ് നേതാവ് MM ഹസൻ എന്നാൽ എന്തുണ്ടായാലും രാജിവെക്കാൻ എല്ലാവരും AK ആന്റണി അല്ലല്ലോ എന്നും കൂട്ടിച്ചേർത്തു. അല്ല, കീഴ്വഴക്കാതെ AK ആന്റണി അല്ലല്ലോ ആരും. കാരണം AK ആന്റണി അദ്ദേഹത്തിന്റെ വ്യക്തിഗതമായ തീരുമാനങ്ങളാണ്. വിജിലൻസ് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഉമ്മൻചാണ്ടി ഒഴികെ കോൺഗ്രസിലെ മറ്റു പ്രമുഖ നേതാക്കളാരും മാണിയെ അനുകൂലിക്കാൻ തയ്യാറായിട്ടില്ല. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ബാർകോഴ കേസിലെ വിധിയെ പിന്തുണച്ച DGP ജേക്കബ് തോമസിനെതിരെ സർക്കാരിൽ പടയൊരുക്കം. ജേക്കബ് തോമസിനെതിരെ നടപടിയെടുക്കേണ്ടി വരുമെന്ന് ചീഫ് സെക്രട്ടറി GG തോംസൺ പറഞ്ഞു. DGP സെൻകുമാറും ജേക്കബ് തോമസിനെ രൂക്ഷമായി വിമർശിച്ചു. ഉദ്യോഗസ്ഥരെ നിലക്ക് നിർത്തുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. എന്നാൽ തികഞ്ഞ പരിഹാസത്തോടെയാണ് ഇതിനെയെല്ലാം ജേക്കബ് തോമസ് നേരിട്ടത്. ധനമന്ത്രി കെ എം മാണിക്കെതിരായ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവ് സ്വാഗതം ചെയ്ത ജേക്കബ് തോമസിനെ DGP സെൻകുമാർ നേരിട്ടത് കടുത്ത വാക്കുകൾ ഉപയോഗിച്ചായിരുന്നു. ബാർകോഴ കേസിന്റെ അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിലും ജേക്കബ് തോമസ് പങ്കാളിയായിരുന്നില്ലെന്ന് സെൻകുമാർ പറഞ്ഞു. അപ്പോൾ ശ്രീ ജേക്കബ് തോമസ് എന്തുകൊണ്ടാണ് ഞാൻ അന്വേഷിച്ചിരുന്നു, എന്നെ ട്രാൻസ്ഫർ ചെയ്തു എന്നും പറഞ്ഞ് നടക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ അറിയുന്നത് ഈ കേസിൽ ജേക്കബ് തോമസിന് ഒരു കാലഘട്ടത്തിലും അന്വേഷണത്തിൻ്റെ ഒരു ചുമതല ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം തെറ്റാണ്, തെറ്റായ പ്രവണതകളാണ്. ഇപ്പോൾ വിൻസൻ പോളും കുറച്ച് കഴിയുമ്പോൾ ഉള്ള കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരും. ജേക്കബ് തോമസിന്റെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അതിനെക്കുറിച്ച് ഒന്നും വേവലാതിപ്പെടേണ്ട, അത് ഞാൻ ഡീൽ ചെയ്തോളാം.
അതിനെക്കുറിച്ച് ഓർക്കണ്ട. ഉദ്യോഗസ്ഥന്മാരെ ആ പരിധിക്കപ്പുറം പോകാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിൽ ഒരു ഉദ്യോഗസ്ഥനും പ്രവർത്തിക്കാൻ പാടില്ലെന്നായിരുന്നു ചീഫ് സെക്രട്ടറി ജിജി തോമസിന്റെ പ്രതികരണം. ജേക്കബ് തോമസിനെതിരെ നടപടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പും ചീഫ് സെക്രട്ടറി നൽകി. തീർച്ചയായിട്ടും അത് ഗവൺമെന്റിന് അതിനെതിരെ നടപടിയെടുക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. കാരണം ഒരു ഉദ്യോഗസ്ഥനും ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ പാടില്ല. ബാർ കോഴ കേസിന്റെ അന്വേഷണത്തിൽ ജേക്കബ് തോമസിന് പ്രത്യേക ചുമതലകളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്നാൽ വിമർശനങ്ങൾക്കുള്ള ജേക്കബ് തോമസിന്റെ മറുപടി പരിഹാസം നിറഞ്ഞതായിരുന്നു. ഇല്ല, മീഡിയയെ കാണുമ്പോൾ ഞാൻ ചിരിക്കാതെ ഇങ്ങനെ ഗൗരവത്തിൽ നിൽക്കുകയും ഞാൻ ഇന്ന് നിങ്ങളെ കാണാൻ വന്നപ്പോൾ ഒരു ടേപ്പ് ഒട്ടിക്കണമെന്ന് പറഞ്ഞ് ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിരുന്നു. ഇങ്ങനെ മുഖത്തിങ്ങനെ രണ്ട് ഒട്ടിക്കണോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. ഫയർഫോഴ്സ് മേധാവി സ്ഥാനത്തു നിന്നും നീക്കിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന് ജേക്കബ് തോമസിന് ചീഫ് സെക്രട്ടറി നേരത്തെ വിശദീകരണ നോട്ടീസും നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ഡോക്ടർ ടി എം തോമസ് ഐസക്, ബിജു രമേശ്, വി എസ് സുനിൽകുമാർ MLA, ജോസഫ് വാഴക്കൻ, PC ജോസഫ്, PC ജോർജ്, ജോസഫ് M പുതുശ്ശേരി എന്നിവരെയാണ് വിവിധ സ്റ്റുഡിയോകളിൽ പ്രതീക്ഷിക്കുന്നത്. ചിലരെങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യം ഡോക്ടർ ടി എം തോമസ് ഐസക്. ശരിയാണ്, KM മാണിക്കെതിരെ ഒരു ആക്ഷേപമുണ്ടായി. അക്കാര്യത്തിൽ ഒരു കോടതിയുടെ വിധിയും ഇപ്പോൾ ലഭ്യമായിരിക്കുന്നു. പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ എന്താണ് നടക്കുന്നത്? ജേക്കബ് തോമസ് ഒരു ഘട്ടത്തിലും അന്വേഷിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ് ഞാൻ അന്വേഷിച്ചിരുന്നു, എന്നെ ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞ് നടക്കുന്നതെന്ന് അറിയില്ല എന്നാണ് DGP TP സെൻകുമാർ പറയുന്നത്. ഒരു DGP മറ്റൊരു DGPക്കെതിരെ പ്രസ്താവന നടത്തുന്നു. ജേക്കബ് തോമസ് ഇന്നലെ സംസ്ഥാന മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന അംഗം കേസിൽ കുടുങ്ങിയപ്പോൾ സത്യം ജയിച്ചു, നല്ല വിധി എന്ന പ്രസ്താവന നടത്തി. TP സെൻകുമാറിൻ്റെ പ്രസ്താവനയ്ക്ക് ഇന്ന് ജേക്കബ് തോമസിൻ്റെ മറുപടി, അദ്ദേഹവും ഒരു IPS ഓഫീസറല്ലേ, എനിക്ക് ബാധകമായ കാര്യങ്ങൾ TP സെൻകുമാറിനും ബാധകമല്ലേ എന്നൊരു മറുചോദ്യം ചോദിക്കുന്നു. വിൻസെൻ്റ് പോളിന് പറയാനുള്ളത് പറയേണ്ടി വരും എന്ന് TP സെൻകുമാർ പറയുന്നു. ജേക്കബ് തോമസ് ഒരു സെല്ലോ ടേപ്പുമായിട്ടാണ് ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടത്. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ചിരിക്കാതെ മാറിപ്പോകണം, ഇത് മുഖത്ത് മുഴുവൻ ഒട്ടിച്ചു വെക്കണം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഭരണമാകെ അവതാളത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അത് ഒഴിവാക്കപ്പെടേണ്ടതല്ലേ? അത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും രണ്ട് വിധത്തിൽ കാണാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ഉദ്യോഗസ്ഥന്മാർ അച്ചടക്കത്തോടു കൂടി പെരുമാറുക തന്നെ വേണം. ഡോക്ടർ ഐസക്, ഈ പറഞ്ഞ വാചകങ്ങളിൽ നിന്ന്, പ്രസ്താവനകളിൽ നിന്ന് തെളിയുന്ന ചിത്രം എന്താണ്, വസ്തുത എന്താണ്? ഇത് കാണിക്കുന്നത് കേരളത്തിലെ പോലീസ് ഭരണത്തിൽ ഓരോ പ്രശ്നത്തിലും രാഷ്ട്രീയമായ ഇടപെടൽ നിരന്തരമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ രാഷ്ട്രീയ ഇടപെടലിൻ്റെ ഫലമായിട്ട് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ അഭിപ്രായങ്ങൾ തങ്ങളുടെ ഭരണവൃത്തത്തിൽ, ഞങ്ങളുടെ ഉദ്യോഗസ്ഥ ശ്രേണിക്കുള്ളിൽ നിന്നുകൊണ്ടല്ല പുറത്തു പറയുന്നതിന് നിർബന്ധിതരായിത്തീരുന്നു. അതാണ് തെളിയുന്നത്. കാരണം ഇത് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, അന്വേഷണത്തിന്റെ വഴിക്ക് പോട്ടെ എന്നുള്ളതല്ല. രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ട് ഇന്നത് വേണം, പാടില്ല എന്ന് പറയുക. അങ്ങനെ വരുമ്പോഴാണ് ഇത്തരത്തിൽ പരസ്യമായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ വേറൊദ്യോഗസ്ഥനെതിരായിട്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരായിട്ട് ഒക്കെ ഇത്തരത്തിൽ അരാജകവാദപരമായിട്ടുള്ള അവസ്ഥാവിശേഷം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇത് UDFന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് നേരെയുള്ള ഒരു തെളിവാണ്, പരസ്യമായ ഒരു വിമർശനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇന്നത്തെ ഭരണശൈലി അതിനോടുള്ള ഒരു അവസ്ഥയാണ്. ശ്രീ VS സുനിൽകുമാർ, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി തന്നെയാണിത്. അതായത് ഏറ്റവും മുതിർന്ന ഒരു മന്ത്രിക്കെതിരെ കേരള കോൺഗ്രസ് M എന്ന 9-അംഗ പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി നേതാവിനെതിരെ കഴിഞ്ഞ 50 വർഷമായി നിയമസഭയിലുള്ള 25 വർഷമായി മന്ത്രിയായ ഒരു നേതാവിനെതിരെ ഒരു വിധി, ജോൺ കെ ഇല്ലിക്കാടിൻ്റെ വിധി വരുമ്പോൾ അത് സ്വാഭാവികമായും അതിൽ നിന്ന് മോചിതമാവുക എന്നുള്ളത് ഈ സർക്കാരിൻ്റെ കർത്തവ്യമാണ്. ജോൺ കെ ഇല്ലിക്കാടിൻ്റെ വിധി ഏകപക്ഷീയമാണെന്ന് UDF കരുതുന്നു. ഈ ഗവൺമെൻറ് വിശ്വസിക്കുന്നു ഇതിൻ്റെ ടൈമിംഗ് പോലും ശരിയല്ല എന്നാണ്. MM ഹസൻ, KPCC വൈസ് പ്രസിഡന്റ്, ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത് ഗംഭീര ടൈമിംഗ് ആണ് എന്നാണ്.
ഒന്ന് തെരഞ്ഞെടുപ്പ് നേരിടുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വിധി വരാൻ പാടില്ല. അതിൻ്റെ രാഷ്ട്രീയമായ പ്രത്യാഘാതം UDF-ന് അറിയാം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി അത് നേരിടണം. രണ്ട്, വിജിലൻസ് പോലൊരു വകുപ്പിനെ ഇല്ലായ്മ ചെയ്യുന്ന വിധത്തിൽ, അതിൻ്റെ നിലവിലുള്ള ഘടനയെ ആകെ ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് ഈ വിധി. 3, ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നു. കാരണം കെ മാണിയുടെ പാർട്ടിക്ക് 9 അംഗങ്ങളുണ്ട്. സ്വാഭാവികമായും ഉമ്മൻചാണ്ടി സർക്കാർ ഇതിനെതിരെ അപ്പീൽ പോകും. നികേഷ്, ഇത് ഈ ഗവൺമെന്റിന് ഏറ്റിരിക്കുന്ന ഈ വിധി അത് സ്വയം കൃതാനാർത്ഥമുണ്ടായിട്ടുള്ള വിധിയാണ്. ഒരു ഗവൺമെന്റ് നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ആണെങ്കിൽ ആ ഗവൺമെന്റ് നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു വിധിയാണ്. മാത്രമല്ല, ഇന്നിപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള TP സെൻകുമാർ ആണെങ്കിലും വിൻസെന്റ് പോൾ ആണെങ്കിലും ജേക്കബ് തോമസ് ആണെങ്കിലും മോശമല്ലാത്ത സത്യസന്ധന്മാരായിട്ട് ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് പോലും പരസ്പരം കൊമ്പ് കോർക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. അത് ഒരു റൂൾ ഓഫ് ലോ നഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റിന്റെ സർവ്വലക്ഷണങ്ങളുമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമവാഴ്ച കേരളത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വളരെ വ്യക്തമായിട്ടുള്ള ലക്ഷണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പോലീസിലെ സമ്മണിതന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ തന്നെ പരസ്പരം ചെളിവാരി എറിയുന്നു. ഗവൺമെന്റിന് അവരെ നിയമപരമായി നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത വിധത്തിൽ ഗവൺമെന്റ് ദുർബലമായിരിക്കുന്നു. കാരണം ഗവൺമെന്റിന്റെ കൈവശം ഇരിക്കുന്നത് നിയമമാണ്. ആ നിയമത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ ഭയപ്പെടും. ആ നിയമത്തെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയും തങ്ങളുടെ ഭരണത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയും ദുരുപയോഗം ചെയ്യുന്ന ഒരു ഗവൺമെന്റിനോട് നിയമത്തിന്റെ വഴിക്ക് പോകുന്ന ഉദ്യോഗസ്ഥന്മാർ ബഹുമാനം കാണിച്ചുകൊള്ളുന്നില്ല. അപ്പോൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർ ഗവൺമെന്റിന്റെ മുകളിൽ നിൽക്കുന്നതല്ല, ഉദ്യോഗസ്ഥന്മാർ നിയമത്തിന്റെ മുകളിൽ നിൽക്കുന്നുണ്ടോ എന്നാണ് ഗവൺമെന്റ് പരിശോധിക്കേണ്ടത്. ഗവൺമെന്റ് നിയമത്തിന്റെ താഴെയാവുകയും നിയമം ചവിട്ടി താഴ്ത്തപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ബിജു രമേശ്, ഗവൺമെന്റിന് അപ്പീൽ പോകാനുള്ള സാധ്യത നമുക്ക് നിഷ്പക്ഷമായ ആ വിഷയം വിലയിരുത്തേണ്ടതുണ്ട്. താങ്കൾക്ക് എത്രത്തോളം നിഷ്പക്ഷമായ വിലയിരുത്താൻ കഴിയുമെന്നറിയില്ല. പക്ഷേ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അപ്പീലിന് പോകേണ്ട സാഹചര്യമുണ്ട്. അത് ചെയ്യും വിജിലൻസ് എന്ന് ഇതിനകം തന്നെ അറിയിച്ചിട്ടുമുണ്ട്. നിങ്ങൾ കോടതിയിൽ പോയി, മേൽക്കോടതിയിലോ അല്ലെങ്കിൽ നിലവിലുള്ള കോടതിയിൽ തന്നെയോ എന്താണ് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് നിലവിലുള്ള കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണ നിരീക്ഷണം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. കാരണം പുതിയൊരു DGP അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ സ്വാധീനങ്ങളും ആ ഉദ്യോഗസ്ഥൻ്റെ മേൽക്ക് ചുമത്തിക്കൊണ്ട് കേസ് പിന്നെയും അട്ടിമറിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ നിലവിലുള്ള SP മാറ്റി മറ്റൊരാളെ പോസ്റ്റ് ചെയ്യുന്നതിലേക്കുള്ള നീക്കങ്ങളും അതും കൂടി അവർക്ക് ഇപ്പോൾ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഈ SP കൊണ്ട് തന്നെ അന്വേഷിപ്പിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങളിലേക്ക് അവർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ചോ അവരുടെ ആഗ്രഹങ്ങളനുസരിച്ചോ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനല്ലാത്തവരാണ് ഈ ജേക്കബ് തോമസ് ആയാലും നിലവിലുണ്ടായിരുന്ന ഈ അന്വേഷണം നടത്തിയ സുകേശനും. അപ്പോൾ ഇവരെ മാറ്റുക എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു ആവശ്യമാണ്. അതുപോലെ സുകേശനെ ഇതിൽ നിന്ന് മാറ്റുന്നതിലേക്ക് വേണ്ടിയാണ് ഹൈക്കോടതിയിലേക്ക് പോകുന്നതെന്നാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അല്ലാതെ ഈ കമൻസോ അല്ലെ DGPക്കെതിരെ ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് പുതിയൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കരങ്ങളിലേക്ക് ഇത് കൈകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കിത് വളരെ നിഷ്പ്രയാസം അത് കേസ് ഇല്ലാതാക്കാൻ കഴിയാൻ അതിനുവേണ്ടിയാണ് ഈ പുതിയ നീക്കമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അടുത്ത ആഴ്ച തന്നെ നമ്മൾ വിജിലൻസ് കോടതിയെ സമീപിക്കുന്നുണ്ട്. കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ വേണം ഈ കേസ് അന്വേഷിക്കാൻ. അപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് ചെയ്യേണ്ടത് കോടതിയായിരിക്കണം. കോടതി നേരിട്ടായിരിക്കണം നിർദ്ദേശങ്ങൾ കൊടുക്കാനും അതനുസരിച്ച് വേണം അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നെങ്കിൽ ഈ രാഷ്ട്രീയപരമായ ഇടപെടലുകളും മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങളും ഒരു പരിധിവരെ നമുക്കത് നിയന്ത്രിച്ചു നിർത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദയവായി തുടരുക. ശ്രീ PC ജോർജ്, ഇന്ന് KPCC വൈസ് പ്രസിഡന്റ് ശ്രീ MM ഹസൻ പറഞ്ഞത് ജോൺ കെ ഇല്ലിക്കാടൻ്റെ വിധി ഗംഭീര ടൈമിംഗ് ആണ്, പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ജോൺ കെ ഇല്ലിക്കാടൻ ഈ നിലയിലൊരു വിധി പറയുന്നത് സ്വാഭാവികമായും LDFനെ പ്രതിപക്ഷത്തെ സഹായിക്കാനാണ് എന്ന് ഇതിനകം തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും UDFൻ്റെ ഭാഗത്തു നിന്നും വിമർശനം ഉയർന്നു കഴിഞ്ഞു. ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു വിജിലൻസ് വിധി ഉണ്ടായ ഘട്ടത്തിൽ അദ്ദേഹത്തെ പാകിസ്ഥാൻകാരൻ എന്ന് പറഞ്ഞു ഓടിച്ച PC ജോർജിൻ്റെ അതേ റോൾ ഏറ്റെടുക്കാൻ UDFൽ വേറെ ആളുകളുണ്ട്. ഹസനൊന്നും പറഞ്ഞൊന്നും ആരും മൈൻഡ് ചെയ്യാതെ ഞാൻ പാകിസ്ഥാൻകാരനൊന്നും പറയില്ല. തെറ്റാണ്, നിയമത്തിന് മുമ്പ് നിലനിൽക്കില്ല എന്നതുകൊണ്ടാണ് ഞാൻ എതിർത്തത്. അല്ലാതെ
അനിവ ഇപ്പൊ യാതൊരു സംശയം വേണ്ട കേസ് സംസ്കാരത്തിനിടയിൽ സാക്ഷിമൊഴി അടിസ്ഥാനത്തിൽ ജ്ഞാനമില്ല. ഷിപ്പി സി ജോർജ്, താങ്കൾ റേഞ്ചിലല്ല ഉള്ളത്, ഒരിക്കൽ കൂടി ശ്രമിക്കാം താങ്കളെ. ഡോക്ടർ ഐസക്, ആ നിലയിൽ ഇതിനെ കാണുന്ന കോൺഗ്രസ് പക്ഷക്കാരുമുണ്ട്. ഇത് രാഷ്ട്രീയോദ്ദേശത്തോടു കൂടിയാണെന്ന് വ്യാഖ്യാനിക്കാവുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുക. കാരണം തെരഞ്ഞെടുപ്പിന് മുന്നിൽ ഇന്നിപ്പോൾ കോൺഗ്രസിലെ സ്ഥിതി അറിയാമല്ലോ. AK ആൻ്റണി പറയുന്നത് UDF ആലോചിച്ച് ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കും, അത് പ്രഖ്യാപിക്കും, ഉചിതമായ സമയത്ത് പറയും എന്നാണ്. ഇനി ഞങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉചിതമായ സമയത്ത് പറയും എന്നാണ് KPCC അധ്യക്ഷൻ VM സുധീരൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടി മാത്രമേ ഇതിനെ അങ്ങോട്ട് ഡിഫെൻഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി ആരും കോൺഗ്രസിൽ ഡിഫെൻഡ് ചെയ്യാൻ തയ്യാറല്ല, UDFൽ ഡിഫെൻഡ് ചെയ്യാൻ തയ്യാറല്ല. മാണിയുടെ ഭാഗത്ത് പോലും, മാണിയുടെ പാർട്ടിയിൽ പോലും 1-2 ആളുകളേ ഉള്ളൂ. അപ്പോഴാണ് ഇതിനകത്തൊരാശയക്കുഴപ്പമുണ്ടാകട്ടെ എന്ന് കരുതി MMS പോലുള്ളവർ ഇതിൻ്റെ ടൈമിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നത്. ടൈമിങ്ങിൽ പ്രശ്നമുണ്ട്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ഈ ബാർകോഡ് UDFിൻ്റെ അഴിമതികൾ ഒരു പ്രശ്നമായിട്ട് പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇങ്ങനൊരു വിധി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ ആരോപണങ്ങൾക്ക് ശക്തി പകരുമെന്നുള്ളതിന് സംശയമില്ല. ഇപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഈ പരിശോധനയൊക്കെ നിർത്തിവെക്കണ്ടേ? ഇപ്പോൾ സോളാർ കേസിൻ്റെ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ വരുന്ന കാര്യങ്ങൾ, അവിടെ വരുന്ന റിപ്പോർട്ടുകൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഞങ്ങളുടെ വിമർശനങ്ങളെയൊക്കെ ശക്തിപ്പെടുത്തുന്നതാണ്. അപ്പോൾ അത് സമാന്തരമായിട്ട് പോകുന്നൊരു കാര്യമാണ്. പക്ഷേ ഇത് കോൺഗ്രസിൻ്റെ ഒരു ശൈലിയാണ്, കോൺഗ്രസിൻ്റെ അല്ല, ഉമ്മൻചാണ്ടിയുടെ ഒരു ശൈലിയായിട്ട് മാറിയിട്ടുണ്ട്. തനിക്ക് ഹിതകരമല്ലാത്ത ഏത് വിധിയോ പരാമർശമോ കോടതി വന്നു കഴിഞ്ഞാൽ പിന്നെ കോടതിയെ കടന്നാക്രമിക്കുക. അതാണ് പാം ഓയിൽ കേസിൽ ചെയ്തത്. വളരെ വിജയപ്രദമായിട്ട് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസിൽ നിന്ന് തലയൂരാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുപോലെ ഒരു ആക്രമണം കോടതിക്കെതിരായിട്ട് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കോടതി രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സമയത്തൊരു വിധി പ്രസ്താവന നടത്തിയത് എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് MM ഹസൻ. ഇനി എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നോക്കാം. ഇപ്പൊ കോടതി വളരെ കൃത്യമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുകയാണ്. എന്നാൽ അതിനെതിരായിട്ട് അപ്പീൽ കൊടുക്കാം കോൺഗ്രസിന്, അതൊന്നും സംശയമില്ല. പക്ഷെ കോടതി വിധിയെ ധനമന്ത്രി സ്വാഗതം ചെയ്തല്ലോ. 101 തവണ അന്വേഷിക്കട്ടെ എന്ന് പറയാ. എന്നിട്ട് പിന്നെ എന്തിനാണ് അപ്പീൽ പോകുന്നത്? ഇപ്പൊ ബിജു രമേശ് പറഞ്ഞ പോലെ തങ്ങളുടെ ഇഷ്ടക്കാരനെ ഒരാളെ വെച്ച് അന്വേഷിപ്പിക്കാനുള്ള ഒരു പരിശ്രമത്തിന്റെ തന്ത്രത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇതിന് പോകാൻ തയ്യാറാവുന്നത്. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സ്വീകരിക്കുന്ന സമീപനം അവർ തുടർച്ചയായിട്ട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരിടമാണ്. അത് ഇവിടെ കേരള കോൺഗ്രസ് എം നേതാവ് ശ്രീ പ്രിൻസ് ലൂക്കോസ്, വലിയ ആഘാതമാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് UDF ഏറ്റുവാങ്ങിയിരിക്കുന്നത് KM മാണി മൂലം. എന്ത് പ്രതിരോധമാണ്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സാധാരണ പ്രവർത്തകർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അവരെ ആകെ തന്നെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അവരുടെ വിജയസാധ്യതയാകെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു കോടതി വിധിയാണ് KM മാണിക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. KM മാണി ആണെങ്കിൽ അതിനെ ആ നിലയിൽ കാണാനും തയ്യാറല്ല. ഞാൻ എന്തായാലും കസേര വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല എന്ന നിലപാടാണ് ശ്രീ KM മാണി സ്വീകരിച്ചിരിക്കുന്നത്. അത് സാധാരണ പ്രവർത്തകരായ സ്ഥാനാർത്ഥികളെയാണ് ബാധിക്കാൻ പോകുന്നത്. ഇത് പറയൂ. ഈ വാദത്തിലൊന്നും ഒരു പുത്തരിയില്ല. ഇവരെന്താണ് അരുവിക്കര തെരഞ്ഞെടുപ്പ് പ്രസംഗിച്ചത്? അരുവിക്കര തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമ്മുടെ പന്യൻ രവീന്ദ്രൻ ഉൾപ്പെടെ പ്രസംഗിച്ചത് അരുവിക്കര തെരഞ്ഞെടുപ്പിൽ ചെയ്യുന്ന ഓരോ വോട്ടും ബാർ കോഴയ്ക്കും KM മാണിക്കും ചെയ്യുന്ന വോട്ടാണെന്ന് പറഞ്ഞത്. എന്താണ് അവിടെ ഫലം വന്നത്? അവിടെ വന്നിട്ട് ജനങ്ങളെ തിരസ്കരിച്ചില്ലേ? അപ്പൊ ഇത് പഞ്ചായത്ത് ഇലക്ഷനിൽ ജനങ്ങൾക്ക് ഇതൊക്കെ ബോധ്യമുണ്ട്. ഇത് എന്താണ് ഇവിടെ ശരിയാണ്. കഴിഞ്ഞ അരുവിക്കര തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ആക്ഷേപങ്ങൾ മാധ്യമങ്ങളിലൂടെ ഉണ്ടായിരുന്നു, രാഷ്ട്രീയ നേതാക്കളിലൂടെ ഉണ്ടായിരുന്നു. അതൊന്നും തന്നെയും അരുവിക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ ബാധിച്ചില്ല എന്ന് അംഗീകരിക്കുന്നു. ഇപ്പോൾ വിജിലൻസ് കോടതിയുടെ ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. ആ വിധിയിൽ പറയുന്നത് പാലായിലെ വസതിയിൽ വെച്ചും തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിൽ വെച്ചും മാണി പണം വാങ്ങിയതിന് സാഹചര്യ തെളിവുണ്ട്.
പ്രഥമ ദൃഷ്ട്യാ കെ മാണിക്കെതിരെ കേസെടുക്കാം എന്നാണ്, അത് നിങ്ങളെ ബാധിക്കില്ല എന്ന് പറയുന്നത് പോലും ധിക്കാരമല്ലേ? ഇതിനെ സംബന്ധിച്ച് ഈ വിഷയം വന്ന ഉടനെ, കോടതി വിധി വന്ന ഉടനെ കേരളത്തിന് ധനമന്ത്രി മാളത്തിൽ കയറി ഒളിച്ചൊന്നുമില്ല. പാലായിൽ തന്നെ പത്രസമ്മേളനം എടുത്ത് നിങ്ങളുടെ പ്രതിനിധി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ആധികാരികമായി പാർട്ടിയുടെ ലീഡറും കേരളത്തിന് ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഏത് അന്വേഷണവും നടക്കട്ടെ, അന്വേഷണ ഏജൻസികൾ ഏത് തെളിവുകൾ സമാഹരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മേളിൽ പാർട്ടിയുടെ ഒരു പ്രവർത്തനം എനിക്ക് അഭിപ്രായമില്ല. ഇല്ല ശ്രീ പ്രിൻസ് ലൂക്കോസ്, ഞാൻ ഒന്നുകൂടി ഇടപെടുകയാണ്, ക്ഷമിക്കണം താങ്കൾ എന്നോട്. തുടരന്വേഷണം, ഞാൻ ഇന്നലെ തന്നെ ഇതേ ചർച്ചയിൽ ആവർത്തിച്ചു പറയുന്നുണ്ട്, തുടരന്വേഷണം വിജിലൻസ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് 50 ലക്ഷത്തിൻ്റെ കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ അവ്യക്തത പറയുന്നുണ്ട്. അക്കാര്യത്തിൽ തുടരന്വേഷണം വേണം. CD പരിശോധന പൂർത്തിയായിട്ടില്ല, അക്കാര്യത്തിൽ തുടരന്വേഷണം വേണം. KBHA മാർച്ച് 2014 എത്ര രൂപ പിരിച്ചു എന്ന് കണ്ടെത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ 50 ലക്ഷത്തിൻ്റെ കാര്യത്തിലൊരു തീർപ്പ് പറയാൻ കഴിയൂ. ഈ കാര്യങ്ങളിലാണ് തുടരന്വേഷണം ആവശ്യപ്പെടുന്നത്. 15ഉം 10ഉം 25 ലക്ഷം KM മാണി വാങ്ങിയെന്നത് സംബന്ധിച്ച് സാഹചര്യ തെളിവുണ്ട്. പ്രഥമ ദൃഷ്ട്യാ കേസെടുക്കാം എന്നാണ് ജോൺ കെ ഇല്ലിക്കാടൻ്റെ വിധി. അത് ജനങ്ങൾ അറിയുന്നുണ്ട് പത്രമാധ്യമങ്ങളിലൂടെ. എങ്ങനെയാണ് അത് പ്രതിരോധിക്കുന്നത്? അങ്ങനെ പത്രമാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിയുമ്പോൾ, കോടതി വിധിയിലൂടെ ജനങ്ങൾ അറിയുമ്പോൾ അത് ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമല്ലേ? അതിന് ഞാൻ മറുപടി, ഇന്ന് വിൻസെന്റ് എം പോൾ എന്ന് പറയുന്ന വിജിലൻസ് ഡയറക്ടർ മാധ്യമങ്ങളിൽ നൽകിയ ഒരു കുറിപ്പുണ്ട്. അതിന്റെ ഒരു 2 വരി ഞാൻ വായിക്കാം. നിയമത്തിന്റെ കർശനമായ പരിധികളും പരിമിതികളും മാത്രമാണ് ബാർക്കോഴ കേസിൽ നയിച്ചത്. വസ്തുതകൾ പൂർണ്ണമായി കോടതികൾ വിലയിരുത്തുന്ന സമയം ഇക്കാര്യത്തിൽ ചെയ്തത് നിയമപരമായി ശരിയാണെന്ന് സ്ഥാപിക്കപ്പെടും. വിൻസെന്റ് എം പോൾ പറഞ്ഞു തന്നെ ഞങ്ങൾക്കും കോട്ട് ചെയ്യാനുള്ളൂ. വസ്തുതകൾ ഇതിന് മേളിലും കോടതികളുണ്ട്. ഇത് നിയമ പോരാട്ടം തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. ഇതിന് മുകളിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മറ്റേ പാമോയിൽ കേസിൽ എന്താണ് VS അച്യുതാനന്ദനോട് കോടതി പറഞ്ഞത്? തെളിവ് തരാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉള്ള വേദിയല്ല കോടതി എന്ന് പരാമർശിച്ചില്ലേ VS അച്യുതാനന്ദനെ? അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, വിൻസെന്റ് എം പോൾ പറഞ്ഞ അത് തന്നെ കോട്ട് ചെയ്ത് പറയുന്നു, കോടതികളുണ്ട്. ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കേരളത്തിലെ ധനമന്ത്രിയെ തെറ്റുകാരനാക്കുവാൻ ആരും വ്യഗ്രത കാണിക്കണ്ട. അത് കേരള കോൺഗ്രസ് പാർട്ടി അംഗീകരിച്ച തരത്തില്ല. ഞങ്ങൾ നിയമത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ഇതിനെതിരെ പോരാടുമെന്ന് മാത്രമാണ് പറയാനുള്ളൂ. ശ്രീ VS സുനിൽകുമാർ, വളരെ ദുർബലമായ വാദങ്ങൾ മാത്രമേ കേരള കോൺഗ്രസ് എമ്മിന് ഇക്കാര്യത്തിൽ നൽകാനുള്ളൂ. KM മാണിക്കെതിരെ ഈ ഇരിക്കുന്ന ബിജു രമേശ് ഒരു ആക്ഷേപം ഉന്നയിച്ചപ്പോൾ നിങ്ങൾ നിയമസഭ തന്നെ അലങ്കോലപ്പെടുത്തി വലിയ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇപ്പോൾ KM മാണിക്കെതിരെ ഇങ്ങനെയൊരു വിധി വന്നിരിക്കുന്നു. നിങ്ങൾ ഇലക്ഷൻ പ്രചാരണത്തിനിടയിൽ ഇത് അവതരിപ്പിക്കുന്നുണ്ടാകും. അതിനപ്പുറത്തേക്ക് KM മാണി കേരളത്തിൻ്റെ ഒരു കീഴ്വഴക്കമുണ്ടല്ലോ, EMS മന്ത്രിസഭ മുതൽ ഇതാ ഉമ്മൻചാണ്ടി മന്ത്രിസഭ വരെയുള്ള ആ കീഴ്വഴക്കത്തിൽ ഓരോ ഘട്ടത്തിലും, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിലും ഈ മന്ത്രിസഭയിൽ പോലും ഉമ്മൻചാണ്ടി മറ്റൊരു മന്ത്രിക്കെതിരെ ആക്ഷേപം വന്നപ്പോഴും ഒക്കെ സ്വീകരിച്ച നിലപാട് KM മാണിക്കെതിരെ സ്വീകരിക്കാൻ തയ്യാറല്ല. ഞാൻ ആ മാതൃക കാണിച്ചില്ല, പിന്നെ എങ്ങനെ ഞാൻ KM മാണിയോട് മറ്റൊരു മാതൃക പറയും എന്ന സ്വാഭാവികമായ സംശയമാണ് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പോലും ഉമ്മൻചാണ്ടി ഉന്നയിക്കുന്നത്. തൃപ്തരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇങ്ങനെ മതിയോ നിങ്ങളുടെ പ്രവർത്തനം? ഉമ്മൻചാണ്ടിയും കേരള കോൺഗ്രസ്സുകാരും അസംബന്ധം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ ജനങ്ങളെ ഇവർ കാക്കിച്ച് തുപ്പുകയാണ്. സത്യം പറഞ്ഞാൽ ഇവർക്ക് നിയമം പ്രശ്നമല്ല. പിന്നെ നികേഷ്, ഞങ്ങളിപ്പോൾ ഒരു വലിയ സമര പോരാട്ടത്തിലാണ്. ജനാധിപത്യത്തിലെ ഏറ്റവും വലിയൊരു പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പോരാട്ടം KM മാണിക്കെതിരെ കൂടിയിട്ടുള്ള പോരാട്ടമാണ്. ഇവിടെ ജോണി ലൂക്കോസ് പറഞ്ഞ പോലെ അവിടെ ചക്ക വീണൊരു മുയൽ ചത്തു എന്ന് കരുതി കേരളത്തിലെമ്പാട് അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ഈ അരുവിക്കര തെരഞ്ഞെടുപ്പിൽ 60% ആളുകൾ ഉമ്മൻചാണ്ടിക്കെതിരെയാണ് വോട്ട് ചെയ്തത്. അതും കൂടെ മനസ്സിലാക്കണം. അപ്പൊ KM മാണിക്ക് കൊടുക്കുന്ന വോട്ടാണെന്ന് കരുതിയത് തന്നെയാണ് 60% ആളുകൾ വോട്ട് ചെയ്തത്. അത് കുറെ BJPക്ക് പോയത് ശരിയായിരിക്കും, പക്ഷെ ഉമ്മൻചാണ്ടിക്കല്ല പോയത് എന്ന കാര്യം കൂടി മനസ്സിലാക്കണം. പിന്നെ ഈ ജഡ്ജിനെ അപഹസിക്കുന്ന കാര്യം, ഇപ്പൊ നേരത്തെ നികേഷനോട് ചോദിച്ചു, ജഡ്ജിനെ അപഹസിക്കുന്ന ആദ്യത്തെ കാര്യമല്ലല്ലോ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നേരത്തെ ഒരു ഹൈക്കോടതിയിലൊരു ജഡ്ജ് ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു പരാമർശം നടത്തിയപ്പോൾ ആ ജഡ്ജിനെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു വിധി വന്നപ്പോൾ നിങ്ങളുടെ പത്രക്കാരോട് ഉമ്മൻചാണ്ടി ചോദിച്ചു, ഈ കോടതി വിധിയെപ്പറ്റി എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ഉമ്മൻചാണ്ടി ചോദിക്കുകയാണ്, ഏത് ബെഞ്ചിന്റെ വിധിയാണ് എന്ന്.
ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്ന കാര്യമാണ്. കോടതി വിധി എന്ന് പറഞ്ഞാൽ ഏത് ബെഞ്ചിന്റെ വിധിയാണെന്ന് നോക്കിയിട്ടാണോ ഒരു ഗവൺമെന്റ് ആ വിധിയെ നോക്കുന്നത്? ആ രൂപത്തിൽ പോലും ജഡ്ജിമാരെ അപഹസിക്കാൻ ഒരു കാലത്തും മടി കാണിക്കാത്ത ആള്. ഇപ്പൊ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി കൂലിത്തല്ല് നടത്തുന്ന കുറെ ആളുകൾ ഇപ്പൊ രംഗത്തിറങ്ങും. ഇനി എം എ ഹസൻ മാത്രമല്ല, ചിലപ്പോൾ നാളെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇറങ്ങും. എന്നിട്ട് ഈ ജഡ്ജിന്റെ ജാതകം പരിശോധിക്കും. ജഡ്ജി LDF ആയിരുന്നോ, അതിന്റെ അച്ഛനപ്പൂപ്പന്മാർ ആരെങ്കിലും ഇടതുപക്ഷത്തുണ്ടായിരുന്നോ എന്ന് പരിശോധിക്കും. എന്നിട്ട് ആ ജഡ്ജിയെ അപഹസിക്കും. എന്നിട്ട് ഈ വിധി അവര് ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയും. ഇവിടെ വളരെ വ്യക്തമായി തുടരന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്ന KM മാണിയെ കുറിച്ചല്ല, ഇവിടെ തുടരന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്ന മറ്റു കാര്യങ്ങളാണ്. KM മാണി 2 തവണ കൈക്കൂലി വാങ്ങിയെന്ന് വ്യക്തമാക്കപ്പെട്ടു. ഇന്നലെ കേരള കോൺഗ്രസ് നേതാക്കന്മാർ ചോദിച്ചു എന്തുകൊണ്ട് കോടതി ചാർജ് ഷീറ്റ് കൊടുത്തില്ല എന്ന്. അതിന് കോടതി ഇതിനകത്ത് മറുപടി പറയുന്നുണ്ട്. സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഹോണറബിൾ അപ്പെക്സ് കോർട്ട് ആൾസോ ഫൗണ്ട് ദാറ്റ് മജിസ്ട്രേറ്റ് ഹാസ് നോ ജൂറിസ്ഡിക്ഷൻ ടു കോൾ അപ്പോൺ ദ പോലീസ് ടു ഫയൽ എ ചാർജ് ഷീറ്റ്. ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടാൻ കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ചാർജ് ഷീറ്റ് കൊടുക്കണമെന്ന് കോടതി പറയാണ്ടിരുന്നത്. എന്നിട്ട് കോടതി പറയുന്നു നിങ്ങൾ 2 തവണ കൈക്കൂലി വാങ്ങിയെന്ന ക്രിമിനൽ ഓഫൻസ് ചെയ്തുവെന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടുവെന്ന് പറഞ്ഞാൽ നിയമം ഇവിടെ ഉണ്ടെങ്കിൽ ഈ നിയമമന്ത്രി എന്ന് പറയുന്ന മാന്യൻ ആ സ്ഥാനത്ത് തുടരേണ്ട കാര്യമുണ്ടോ? ചവിട്ടി പുറത്താക്കണ്ടേ? അദ്ദേഹം പുറത്താക്കല്ലേ? ഗവർണർ പുറത്താക്കല്ലേ? ഇവിടെ ചവിട്ടി പുറത്താക്കണ്ടേ എന്നൊക്കെ വേണമെങ്കിൽ സുനിൽകുമാറിന് വലിയ വായിൽ പറയാം. പക്ഷേ ഡോക്ടർ ഐസക്, ഇന്ന് ഞാൻ വീണ്ടും AK ആന്റണിയെ കോട്ട് ചെയ്യുകയാണ്. AK ആന്റണി പറയുന്നത് ധാർമ്മികത എന്ന് പറയുന്നത് വ്യക്തിപരമാണ്, അത് ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ല. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് ഇക്കാര്യത്തിൽ കോൺഗ്രസ് UDFൽ ഒരു തീരുമാനമെടുക്കും, എന്നിട്ട് അനൗൺസ് ചെയ്യും, നിങ്ങൾ അറിയിക്കും എന്ന്. അപ്പോഴും AK ആന്റണിയെ സംബന്ധിച്ചിടത്തോളം 4.5 കൊല്ലമായി ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലേറിയിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം 3 തെരഞ്ഞെടുപ്പുകൾ ചൂണ്ടിക്കാണിച്ചു. പിറവം, നെയ്യാറ്റിൻകര, അരുവിക്കര. ഏറ്റവും ഒടുവിൽ നേരത്തെ പ്രിൻസ് ജോർജും അത് പറയുകയുണ്ടായി. അരുവിക്കരയുടെ സമയത്ത് ഒരു മലവെള്ളപ്പാച്ചലായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ. 5 അക്ക ഭൂരിപക്ഷമാണ് അന്ന് ഉമ്മൻചാണ്ടിയുടെ പാർട്ടിക്ക് ലഭിച്ചത്. തമ്മിൽ ഭേദം തൊമ്മൻ, അതാണ് ആന്റണി എത്തിച്ചേരുന്ന നിഗമനം. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് പേടിക്കാനില്ല എന്ന ആത്മവിശ്വാസം UDFന് മൊത്തത്തിലുണ്ട്. ഓരോന്നെടുക്കാം. ആന്റണിയുടെ വ്യക്തിപരമായ ധാർമ്മികത എന്ന് വെച്ചാൽ വ്യക്തിപരമെന്ന് പറയുമ്പോൾ AK ആന്റണി പോലുള്ളവർക്ക് തൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ത് എന്ന് പറയാനുള്ള ബാധ്യതയില്ലേ? VM സുധീരനില്ലേ? അതിനി ഞങ്ങൾ തക്ക സമയത്ത് പറഞ്ഞോളാം എന്ന് പറഞ്ഞൊഴിയണോ വേണ്ടത്? അത് തികഞ്ഞ അവസരവാദപരമാണ്. യഥാർത്ഥത്തിൽ ഉള്ള സത്യം തങ്ങളുടെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ അവർക്ക് തൻ്റെ ഇടമില്ല. അത്രത്തോളം ഉള്ളൂ ഇവരുടെ ആദർശ ധീരത എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തത്, ഇവിടെ UDF അരുവിക്കര ജയിച്ചു. ഇതൊക്കെ ഉണ്ടായിട്ടും ഈ ജനകീയ കോടതിയിൽ ജയിച്ചു കഴിഞ്ഞാൽ ചെയ്ത തെറ്റില്ലാതായി തീരുമെന്ന് ആരും കരുതണ്ട. അതല്ലല്ലോ പാർലമെന്ററി ജനാധിപത്യം. പാർലമെന്ററി ജനാധിപത്യത്തിൽ നിങ്ങൾ ഒരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, നിങ്ങൾ അഴിമതി കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജനകീയ കോടതിയിൽ തീരുമാനിക്കപ്പെടേണ്ട വിഷയമല്ല, മറിച്ച് നിയമക്കോടതിയിൽ തീരുമാനിക്കപ്പെടേണ്ടതാണ്. അതാണ് നിയമവാഴ്ച. അതിന് പകരം ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ചെയ്ത തെറ്റെല്ലാം ഇല്ലാതായി എന്നുള്ളത്, അത് പാർലമെന്ററി വ്യവസ്ഥയ്ക്ക് എതിരായിട്ടുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഇനിയിപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നെയ്യാറ്റിൻകര തന്നെ ആവർത്തിക്കും എന്നുള്ളതാണ്. ആവർത്തിക്കാനാണ് ഉമ്മൻചാണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നെയ്യാറ്റിൻകര നടന്നത് എന്താണ്? ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ വോട്ട് കുറഞ്ഞു. കാർത്തികേയന്റെ മകന് കിട്ടിയ വോട്ട് കാർത്തികേയന് കിട്ടിയ വോട്ടിനേക്കാൾ കുറവാണ്. പക്ഷെ എന്നിട്ടും ജയിച്ചത് എന്തുകൊണ്ടാ? BJPയിലേക്ക് വോട്ടുകൾ ആകർഷിക്കാൻ കഴിഞ്ഞുകൊണ്ടാ. 60% ഉമ്മൻചാണ്ടിക്കെതിരായിട്ടാണ്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും 40% നിന്നുകൊണ്ട് ഒരു കക്ഷി ജയിച്ചിട്ടില്ല. അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും ചരിത്രപരമായ ഒരു തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ തന്ത്രം, ഈ അടവ് തന്നെ ഇവിടെ തന്നെ ആയിരിക്കും
നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനത്തിലും വരിക എന്നാണ് ഇപ്പോൾ അദ്ദേഹം കരുതുന്നത്. അദ്ദേഹത്തിന്റെ ഈ ധാരണ തെറ്റാണെന്ന് തെളിയാൻ പോകും. തുടരുക ദയവായി. ജോസഫ് എം പുതുശ്ശേരി ടെലിഫോൺ ലൈനിൽ. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, കെ മാണിക്കെതിരായ വിധിക്കെതിരെ അപ്പീൽ പോകുന്നുണ്ടോ കേരള സർക്കാർ? അങ്ങനെ പോകണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടോ കേരള കോൺഗ്രസ് എം? അക്കാര്യത്തെക്കുറിച്ച് യാതൊരു ആവശ്യവും ഉന്നയിച്ചിട്ടില്ല. തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. തുടരന്വേഷണം നടക്കുന്നതിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അക്കാര്യത്തിൽ അതൊക്കെ നിയമപരമായും നയപരമായും ഒക്കെ എടുക്കേണ്ട തീരുമാനമാണ്. അതിന് ബന്ധപ്പെട്ട അധികാരികൾ അക്കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കട്ടെ. ഞങ്ങൾ അക്കാര്യത്തിൽ യാതൊരു വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്നും 101 വട്ടം അന്വേഷണം നടക്കട്ടെ എന്നുമാണ് കെ മാണിയുടെ ഇതിനകമുള്ള പ്രതികരണം. അത് അപ്പീൽ പോകണ്ട എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറഞ്ഞതാണോ? അത് ഞങ്ങൾ തുടരന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. തുടരന്വേഷണം നടത്തി, കാരണം അന്വേഷണം നടത്തിക്കോട്ടെ. ഞങ്ങൾ ഇപ്പോഴല്ല, അന്വേഷണ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു എത്ര ദിവസം എടുത്ത് എത്ര ഏജൻസി അന്വേഷിക്കുന്നതിൽ ഞങ്ങൾക്കൊരു വിരോധവുമില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിലൂടെ യഥാർത്ഥ സത്യം പുറത്തു വരും. അതുകൊണ്ട് ഞങ്ങൾ അതിനെ ഭയപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ തുടരന്വേഷണം എന്ന കോടതിയുടെ നിർദ്ദേശത്തെ ഞങ്ങൾക്ക് യാതൊരു സന്ദേഹവുമില്ലാതെ ഞങ്ങൾ ആ കോടതി നിർദ്ദേശത്തെ സ്വീകരിക്കും. കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് എ കെ ആന്റണി. എ കെ ആന്റണി പറയുന്നത് ധാർമ്മികത എന്ന് പറയുന്നത് വ്യക്തിപരമാണ്, അതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ല. UDF ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. അതായത് രാഷ്ട്രീയമായി എങ്ങനെ മുന്നോട്ട് പോകണം എന്നത് സംബന്ധിച്ച് UDF തീരുമാനമെടുക്കും, അത് അനൗൺസ് ചെയ്യും എന്നാണ്. രണ്ടാമത് KPCC അധ്യക്ഷൻ വി എം സുധീരൻ പറയുന്നത് ഉചിതമായ സമയത്ത് ഞങ്ങൾ അഭിപ്രായം പ്രകടിപ്പിക്കും എന്നാണ്. ആരും കെ മാണിയെ അനുകൂലിക്കാൻ, ഉമ്മൻചാണ്ടി അല്ലാതെ വേറെ ആരും കെ മാണിയെ അനുകൂലിക്കാൻ തയ്യാറാവാത്ത നിലയുണ്ടിപ്പോൾ. ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇന്നലെ KPCC പ്രസിഡന്റ് ശ്രീ വി എം സുധീരന്റെ പ്രസ്താവന ഇന്നലെ തന്നെ പുറത്തു വന്നു. അതിൽ അദ്ദേഹം പ്രാഥമികമായി പറയേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നു, രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന വന്നു, മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന വന്നു, TK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവന വന്നു. UDFുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും ഇതുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ അഭിപ്രായ പ്രകടനങ്ങൾ എല്ലാ ദിവസവും ആവർത്തിക്കണം എന്ന് ഞങ്ങൾക്ക് പിന്നെ വാശിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെടുന്നില്ല. അവരൊക്കെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. UDF ഇക്കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി രാഷ്ട്രീയ സംവിധാനം എന്നുള്ള നിലയിൽ അതിന്റെ മുന്നിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് UDF ആലോചിക്കുകയും അതനുസരിച്ച് പിന്നെ ഉള്ള തീരുമാനങ്ങളും പ്രതിരോധവും ഒക്കെ തീർത്ത് മുന്നോട്ട് പോകും. ഇത്തരം കാര്യങ്ങൾ ഇതിനു മുമ്പും കേരളീയ സമൂഹത്തിന്റെ മുമ്പാകെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ സജീവ ചർച്ചയ്ക്ക് വിഷയമാക്കിയിട്ടുണ്ട്. അരുവിക്കര തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം തന്നെ സജീവ ചർച്ചാ വിഷയമായതാണ്. അതൊക്കെ അതിജീവിച്ചുകൊണ്ടാണ്. ശ്രീ ജോസഫ് പുതുശ്ശേരി, സ്വാഭാവികമായും നമുക്ക് അതിനുള്ള ഒരു മറുപടി എന്തായിരിക്കും? അരുവിക്കര അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇത് വെറും പ്രചാരണ വിഷയങ്ങൾ മാത്രമായിരുന്നു എങ്കിൽ ഇപ്പോഴിതാ ഒരു കോടതി തന്നെ വിധി പറഞ്ഞിരിക്കുകയാണ്. പാലായിലെ വസതിയിൽ വെച്ചും തിരുവനന്തപുരത്തെ വസതിയിൽ വെച്ചും കെ മാണി പണം വാങ്ങിയിരിക്കുന്നു, 25 ലക്ഷം രൂപ വാങ്ങിയിരിക്കുന്നു എന്നാണ്. അക്കാര്യത്തിൽ സാഹചര്യ തെളിവുണ്ട്, പ്രഥമ ദൃഷ്ട്യാ കേസെടുക്കാം എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ മുമ്പിൽ ഒരു വിധി, കേരളത്തിലെ ഒരു മന്ത്രി പണം വാങ്ങിയിരിക്കുന്നു എന്ന നിലയിൽ മുന്നിൽ നിൽക്കുകയാണ്. അത് UDFന് വലിയ ബാധ്യതയല്ലേ? എന്നോടാണോ? അതെ. ഞാൻ അങ്ങയുടെ വ്യാഖ്യാനത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. കാരണം കോടതിയുടെ വിധി ഉണ്ടായിട്ടില്ല. കോടതി തുടരന്വേഷണത്തിന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. കോടതിയിൽ ചാർജ് ഷീറ്റ് പോലും വരാതെ കോടതി വിധി പറഞ്ഞു എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? ഇത് കുറ്റം തെളിഞ്ഞു എന്നാണ് കോടതിക്ക് ബോധ്യപ്പെട്ടതെങ്കിൽ ഈ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ് കുറ്റപത്രം കൊടുക്കാനും കെ മാണിയെ പ്രതി ചേർക്കാനുമുള്ള നിർദ്ദേശമായിരുന്നു കോടതിയിൽ നിന്നുണ്ടാവേണ്ടത്. കോടതിയിൽ അങ്ങനെ നിർദ്ദേശമേ ഉണ്ടായിട്ടില്ല. കോടതി പിന്നെ തുടരന്വേഷണത്തിനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. അങ്ങീ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ആ വാചകം തുടങ്ങുന്നത് ഇഫ് ദാറ്റ് സോ എന്ന് പറഞ്ഞുകൊണ്ടാണ്. വസ്തുതാ റിപ്പോർട്ടിൽ സുകേശൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിരിക്കെ എന്നാണ് അർത്ഥം. എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കെ എന്നാണ് അർത്ഥം. ശ്രീ ജോസഫ് പുതുശ്ശേരി, അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കോടതി റിപ്പോർട്ട് പരിഗണിക്കുമ്പോൾ അത് സംബന്ധിച്ച് കോടതിയുടെ അന്തിമ വിധി വരെയുള്ളൂ. കോടതി ഈ കാര്യത്തിൽ ഒരു വിധി പ്രസ്താവം നടത്തിയിട്ടില്ല. വിധി പ്രസ്താവം വരേണ്ടത് കുറ്റപത്രം പിന്നെ കൊടുക്കാനായി. ശ്രീ ജോസഫ് പുതുശ്ശേരി, താങ്കൾ പറയുന്നതിനെ ഞാൻ ഖണ്ഡിക്കുകയാണ്. 2/4/2014 7 മണിക്ക് പണം നൽകുന്നത് കണ്ടു എന്ന് അമ്പിളി പറയുന്നു.
22/3/2014 പാലായിലെ വസതിയിൽ വെച്ച് KBHAയുടെ ട്രഷറർ ജേക്കബ് കുര്യൻ ജോൺ കല്ലാട്ടിൻ്റെ കയ്യിൽ 15 ലക്ഷം രൂപ നൽകുകയും അത് കല്ലാട്ട് മാണിക്ക് കൊണ്ടുപോവുകയും പിന്നീട് ആ പണം തിരികെ ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് സാഹചര്യ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അത് മാണിക്ക് നൽകിയിരിക്കാം എന്ന് ജോൺ കെ ഇല്ലിക്കാടൻ കണ്ടെത്തുകയും അതായിരിക്കെ സ്ഥിതിവിശേഷം അങ്ങനെയായിരിക്കെ കെ മാണിക്കെതിരെ കേസെടുക്കാനുള്ള സാഹചര്യ തെളിവുണ്ട് എന്നാണ് വിധി. അത് അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കോടതി പറഞ്ഞിട്ടില്ലല്ലോ. അതാണ് അങ്ങ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. അല്ല സർ, കേസെടുക്കാൻ പറഞ്ഞിട്ടില്ല എന്നല്ല പറയുന്നത്, അത് തെളിഞ്ഞിരിക്കുന്നു. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ നിഗമനത്തിലെത്താത്ത ചില വിഷയങ്ങളിൽ ആവശ്യമുണ്ട് എന്നാണ് വിധി പറഞ്ഞു വെച്ചിരിക്കുന്നത്. തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കേസിൽ കോടതി ഒരു നിഗമനത്തിലെത്തിയിട്ടില്ല. ആ തുടരന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ കോടതി ഇക്കാര്യത്തെ സംബന്ധിച്ച ഇത് കൊള്ളണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ച് തീരുമാനമെടുക്കൂ. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ തന്നെ 2 തവണ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട കേസിൽ 2ാം തവണ റിപ്പോർട്ട് വന്നപ്പോൾ കേസ് നിലനിൽക്കുന്നതല്ല, അതിന് മതിയായ തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞത് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ട്. നിരവധി കേസുകൾ അത്തരം കാര്യങ്ങളിലുണ്ട്. അതുകൊണ്ട് കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടാൽ ആ തുടരന്വേഷണത്തിന് ഉള്ള ഉത്തരവ് കുറ്റം തെളിഞ്ഞു എന്നുള്ള നിലയിൽ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. അത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഉണ്ടായിട്ടില്ല എന്ന് വിനീതമായി വ്യക്തമാക്കി. ശ്രീ സുനിൽകുമാർ, ജോസഫ് എം പുതുശ്ശേരി പറയുന്നത് ശരിയാണ്. കാരണം കുറ്റം ചെയ്തു എന്നുള്ളത് എന്തായാലും ഈ വിധിയിലൂടെ ആർക്കും അനുമാനിക്കാനാവില്ല, വ്യാഖ്യാനിക്കാനാകില്ല. പിന്നെ കോടതിയുടെ കാര്യത്തിൽ അതേ ആന്റണി പറയുന്നത് തന്നെയാണ് ശരി. കാരണം വ്യക്തിപരമാണ്. സുനിൽകുമാറിൻ്റെ നൈതികതയോ ധാർമ്മിക ബോധമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉളുപ്പോ മറ്റു വികാരങ്ങളോ ഒക്കെ തന്നെയും വേറൊരാൾക്കുണ്ടാകണമെന്നില്ല, വേറൊരാളുടേത് സുനിൽകുമാറിനും ഉണ്ടാകണമെന്നില്ല. അല്ല നികേഷ്, ഞാൻ അതൊന്നുമല്ല പറയാൻ പോകുന്നത്. എൻ്റെ സുഹൃത്ത് ജോസഫും പുതുശ്ശേരി ചോദിച്ചല്ലോ, കോടതി ചാർജ് ഷീറ്റ് കൊടുത്തില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞതിനെ പറ്റിയുള്ള മറുപടിയാണ്. ഈ കോടതി വിധിയിലെ 12ാമത്തെ പാരഗ്രാഫിൽ കോടതി കോട്ട് ചെയ്യുന്നത് സുപ്രീം കോടതിയിലെ അഭിനന്ദൻ ജാ വേഴ്സസ് ദിനേശ് മിശ്ര എന്ന കേസിൽ സുപ്രീം കോടതി വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, there is the magistrate has no jurisdiction to call upon the police to file a charge sheet. അതായത് കോടതിക്ക് ഒരിക്കലും പോലീസ് ഉദ്യോഗസ്ഥനോട് ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാൻ അന്വേഷണത്തിൽ പറയാൻ സാധ്യമല്ല. അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മേലുദ്യോഗസ്ഥന് കേസെടുക്കേണ്ടതില്ല എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ആ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ചാർജ് ഷീറ്റ് കൊടുക്കണമെന്നൊരു കോടതി വിധിയിലൂടെ ഈ ഘട്ടത്തിൽ പറയാൻ പാടില്ല എന്ന സുപ്രീം കോടതിയുടെ വിധി ഇതിനകത്ത് കോട്ട് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ചാർജ് ഷീറ്റ് കൊടുക്കണമെന്ന് കോടതി പറയാത്തത് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. 2 തവണ കൈക്കൂലി വാങ്ങി എന്നതിന്റെ വ്യക്തമായ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വെച്ചുകൊണ്ട് തന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലെ 713A ആ വകുപ്പുകൾ ഇവിടെ ഡിമാൻഡും ആക്സെപ്റ്റൻസും ഇല്ലെങ്കിൽ സ്വീകരിക്കില്ല, അട്രാക്ട് ചെയ്യില്ല എന്ന് പറയുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പുതുശ്ശേരി അടക്കമുള്ള വാദഗതിയെ അംഗീകരിച്ചുകൊണ്ട് ആ കേസിൽ ആ വകുപ്പില് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എങ്ങനെ അട്രാക്ട് ചെയ്യപ്പെടും എന്നതിനെ പറ്റി കോടതി വളരെ വ്യക്തമായി പറയുന്നു. 88 ഈ ആക്ട് ഇപ്പോഴത്തെ മജിസ്ട്രേറ്റ് ഉണ്ടാക്കിയ ആക്ട് അല്ലല്ലോ, കേരള കോൺഗ്രസ് CPM ഈ വിഷയത്തിൽ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ AK ആന്റണി പറയുന്നത് പോലെ അല്ലെങ്കിൽ VM സുധീരൻ പറയുന്നത് പോലെ ജനകീയ കോടതിയുടെ മുന്നിലാണ്. അവിടെ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലയിൽ ഞങ്ങളെ വിജയിപ്പിക്കും എന്ന വിശ്വാസം AK ആന്റണിക്കും VM സുധീരനുമുണ്ട്. ഉചിതമായ സമയത്ത് ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞുകൊള്ളാം. ഇതിനേക്കാൾ സുതാര്യമാകാൻ, ഇതിനേക്കാൾ വ്യക്തത വരുത്താൻ എങ്ങനെയാണ് UDF നേതാക്കൾക്ക് കഴിയുക? അല്ല, ഇവിടെ ജോസഫും പുതുശ്ശേരിയും നടത്തുന്ന ചർച്ചയിലൊക്കെ പറയുന്നത് മാണിയുടെ പേരിൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടില്ല എന്നാണ്. മാണിയെ കുറ്റവിമുക്തനാക്കണമെന്നുള്ള റിക്വസ്റ്റ് വിജിലൻസ് ഡയറക്ടർ ഈ ഗവൺമെൻറ് താല്പര്യപ്രകാരം സമർപ്പിച്ചതാണ്. അത് തള്ളിക്കളയാണ് കോടതി ചെയ്തിരിക്കുന്നത്. അത് തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രഥമദൃഷ്ട്യാ ആരോപണങ്ങൾ നിലനിൽക്കുന്നതാണെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. എന്നുവെച്ചാൽ കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ എവിഡൻസാണ് നിങ്ങൾ പറഞ്ഞ 2 പ്രാവശ്യം കാശ് വാങ്ങിച്ചതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരാൾ രാജിവെക്കണമെന്നുള്ള AK ആന്റണി പറയുകയുണ്ടായി. ധാർമ്മികമായ ചുമതലയാണ്. അദ്ദേഹം ഒരു വാചകം കൂടി പറഞ്ഞ് പത്രക്കാർ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ
ഞാനല്ലല്ലോ KM മാണി. പക്ഷേ ആൻ്റണിക്കെതിരായി പഞ്ചസാര കുംഭകോണം എന്ന് പറഞ്ഞാൽ ആക്ഷേപം വെറുതെ പാർലമെൻറ്റിൽ വന്നപ്പോൾ ഒരു അന്വേഷണം വന്നില്ല, ഒരു റിപ്പോർട്ടും വന്നില്ല, ഒരു വിജിലൻസ് എൻക്വയറി ഉണ്ടായില്ല. ആൻ്റണി രാജിവെച്ച് പോയി. എന്നെപ്പോലെ നിങ്ങൾ മാണിയെ കൂട്ടണ്ട, മാണി അവിടെ കടിച്ചു പിടിച്ചിരിക്കും. ഇവിടെ ഈ അന്വേഷണം വരുന്ന അവസരത്തിൽ തന്നെ സുകേശൻ്റെ റിപ്പോർട്ട് രാഷ്ട്രീയമാണ്, അയാൾ ഇടതുപക്ഷം വേണ്ടി പറയുന്നതാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപം വരികയും ആ റിപ്പോർട്ട് തിരുത്തി കൊടുക്കാൻ ഈ വിജിലൻസ് ഡയറക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് കോടതി നിരാകരിച്ചു, തള്ളിക്കളഞ്ഞതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് തന്നെ നാണക്കേടായി. അദ്ദേഹം ഒരു നല്ല ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ പോലും രാജിവെക്കാൻ നിർബന്ധിതനായി. ആ മുറയിൽ പോലും ശ്രീ മാണി കാണിക്കുന്നില്ല. മറ്റൊരു കാര്യം, ഇവിടെ ഇപ്പോൾ പറയുണ്ടായി അരുവിക്കര തെരഞ്ഞെടുപ്പിൽ തോറ്റല്ലോ, അതുകൊണ്ട് ഇവിടെയും തോറ്റാൽ മാണി കുറ്റവാളി അല്ലാതാകുമോ? സാംസ്കാരിക മന്ത്രി ജോസഫ് പറഞ്ഞിട്ടുണ്ട്, കാരായി രാജന്മാർ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നു, തെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചതുകൊണ്ട് ഈ കോടതിയിൽ അവർക്കെതിരായിരിക്കുന്ന കേസ് ഇല്ലാതാവുന്നില്ല. അതേപോലെ ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയില്ല എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അരുവിക്കര തെരഞ്ഞെടുപ്പ് ജയിച്ചുകൊണ്ട് ആ കേസിൽ പ്രതിയായിട്ടുള്ള മാണി എങ്ങനെ രക്ഷപ്പെടും? മാണി അങ്ങനെ കോടതി ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും തോക്കുകയോ ജയിക്കുകയോ ചെയ്താൽ ഒരാളുടെ പേരുള്ള കേസെല്ലാം ഇല്ലാതാകുമോ? കുറ്റവാളി അല്ലാതാകുമോ? മാണി പുതുശ്ശേരിക്ക് ജോസഫ് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ന്യായമായി KM മാണി മാത്രമല്ല, ഇക്കാര്യത്തിൽ ഒന്നാം പ്രതിയാകേണ്ടത് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി. ഇതിനകം തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ ഉന്നതാധികാര സമിതി യോഗം വിളിക്കണമെന്ന് നേതാക്കൾ തന്നെ ആവശ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. പാർട്ടിയിൽ ഇക്കാര്യത്തിൽ വലിയ തോതിൽ മാണിക്കെതിരെ എതിർപ്പ് ഉയർന്നു തുടങ്ങിയിട്ടുണ്ടോ? മാണി രാജിവെക്കണം എന്ന ആവശ്യം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടോ? അല്ല, ഞാൻ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ബഹുമാനായ ശ്രീ ആനത്തലവട്ടമാണെന്നും പറഞ്ഞ കാര്യത്തിന് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞു കുറ്റക്കാരനാണെന്ന് ഈ കോടതിയിൽ വിധി പറഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. വെറുതെ ഇത് അരുവിക്കര തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞത്, അരുവിക്കര തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇതായിരുന്നു. എന്റെ ബഹുമാന സുഹൃത്ത് ശ്രീ സുനിൽകുമാർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ പറഞ്ഞു, KM മാണിയെ അരുവിക്കരയിലൊന്ന് കൊണ്ടുവരിക, അവിടെ കൊണ്ടുവരുന്നതിന്റെ യോഗം സംഘടിപ്പിക്കുന്നതിന്റെ കൂലിയുടെ ചെലവ് ഞാൻ തന്നുകൊള്ളാം എന്ന് അദ്ദേഹം പരിഹാസ രൂപേണ പറയുകയുണ്ടായി. ഇതുവരെ അദ്ദേഹം ആ തുക തന്നില്ല എന്ന് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വലിയ പ്രചരണം നടത്തി. ആ പ്രചരണത്തെ അതിജീവിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി ജയിച്ചു. അരുവിക്കരയിൽ മാത്രമല്ല, CPM MLA വിജയിച്ച നെയ്യാറ്റിൻകരയിലും. ശരി, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ ശ്രീ ജോസഫ് അമ്പുശ്ശേരി? ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക്, ഈ ദുർവ്യാഖ്യാനങ്ങളിലേക്ക് പോയിട്ട് കാര്യമില്ല. ഇത് സ്വാഭാവികമായും കോടതിയിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ നിഗമനത്തിൽ എന്റെ ചോദ്യം കേരള കോൺഗ്രസ് എമ്മിൽ വലിയ തോതിൽ ഉരുൾപൊട്ടൽ തുടങ്ങിയിട്ടുണ്ടോ എന്നാണ്. അത് പറയാം. AK ആന്റണി ഇവിടെ രാജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രീ ആനത്തലവട്ടമാണെന്നും പറഞ്ഞു. അതേ അവസരത്തിൽ തന്നെ അദ്ദേഹം ഒരു കാര്യം വിട്ടുപോകുന്നു. കോടതി അലക്ഷ്യത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയും ഒരു മന്ത്രിയും രാജിവെക്കാതെ അധികാരത്തിൽ തുടർന്ന പാർട്ടിയാണ് ബഹുമാനപ്പെട്ട ആനത്തലവട്ടം ആനന്ദന്റേത് എന്ന കാര്യം അദ്ദേഹം വിസ്മരിക്കരുത് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. പിന്നീട് താങ്കൾ പറഞ്ഞ കാര്യം, കേരള കോൺഗ്രസിൽ ഇങ്ങനെ എനിക്ക് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്നോടല്ലല്ലോ ആവശ്യപ്പെടേണ്ടത്. കേരള കോൺഗ്രസിൽ ഇത് സംബന്ധിച്ച യാതൊരു ആശയക്കുഴപ്പവുമില്ല. ആ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ആശയവിനിമയങ്ങളൊക്കെ, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് ആശയവിനിമയമൊക്കെ നടത്തും. പാർട്ടി യോഗം ചേരേണ്ട സന്ദർഭങ്ങളിൽ പാർട്ടി യോഗം കൂടും. തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിന്റെ തൊട്ട് മുമ്പും പാർട്ടിയുടെ ഉന്നതാധികാര സമിതിയും സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും കൂടുകയും അത് തെരഞ്ഞെടുപ്പിന് വേണ്ടി ചില സമിതികൾ രൂപീകരിക്കും. ആ സമിതി കഴിഞ്ഞ ആഴ്ച വരെ കൂടിയിട്ടുള്ളതാണ്. പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യഥാസമയങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. നേതാക്കന്മാർ ഈ കാര്യങ്ങളെ കുറിച്ച് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ കേരള കോൺഗ്രസിൽ യാതൊരു തോമസ് ഐസക്, ഇന്നലെ PJ ജോസഫ് മുന്നോട്ട് വന്നു എങ്കിൽ തന്നെയും ചർച്ചയ്ക്ക് വിളിക്കുന്നത് ഞങ്ങൾക്കറിയാം. ഇന്നത്തെ അവസ്ഥ കുറെ കൂടി വ്യത്യസ്തമാണ്. ആലോചിച്ചിട്ട് മതി എന്ന നിലവാരത്തിലാണ് കേരള കോൺഗ്രസ് എമ്മിലെ ജോസഫ് വിഭാഗം നിൽക്കുന്നത്. ഇത് നിങ്ങളേതെങ്കിലും വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ? അവർ പറയട്ടെ എന്ന് അവരുടെ നിലപാടെന്തെന്ന്. നമ്മളിപ്പോൾ കയറി അവിടെ എന്തെങ്കിലും ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കേരള കോൺഗ്രസ് പോലുള്ള പാർട്ടിയിൽ പലരും കൂടിച്ചേർന്ന്, പല വിഭാഗങ്ങൾ കൂടിച്ചേർന്ന് ഇപ്പോൾ ഒരു പാർട്ടി ആയിരിക്കുകയാണല്ലോ. ഒരു അഭിപ്രായം ഇതിനെക്കുറിച്ചാവില്ല. കാരണം രണ്ടുണ്ട്. ഒന്ന്, KM മാണി
അവിടെ നിന്ന് സ്ഥാനത്ത് നിന്ന് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാരംസ് കളിക്കുമ്പോൾ ഇതെല്ലാം ചിതറുന്ന പോലെയാണ്. അപ്പോൾ അത് എന്താണ് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരിക എന്നുള്ളത് വ്യക്തമല്ല. അത് കണ്ടുകൊണ്ടുള്ള ഒരുപാട് ഫെൻസിങ് എല്ലാവരും നടത്തുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു ശ്രമം ഉണ്ടാവുമെന്ന് മാണിക്കും അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹവും ഉന്നതാധികാര സമിതി വേണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് കേട്ടോ, കേരള കോൺഗ്രസ് പഴയ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അവർക്കിടയിൽ ഭിന്നിപ്പുകൾ രൂക്ഷമാകുന്നുള്ള സാധ്യതയുണ്ട്. അത് വരട്ടെ, തല്ലിപ്പൊഴിപ്പിക്കാനൊന്നുമില്ല, അത് അതിൻ്റെ വഴിക്ക് വരട്ടെ. ശ്രീ ജോസഫ് പുതുശ്ശേരി, ഒരു കോൺഫെഡറേഷനായി 3 പാർട്ടികൾ ലയിച്ചാണ് കേരള കോൺഗ്രസ് എം ഉണ്ടായത്. അതിനകത്ത് PC ജോർജ് ഉണ്ടായിരുന്നു, PJ ജോസഫ് ഉണ്ടായിരുന്നു, മാണി സ്വാഭാവികമായും. ഇനിയിപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് മുമ്പ് ഇനിയും പിളർപ്പിനുള്ള സാധ്യതയാണ് ഡോക്ടർ ഐസക് കാണുന്നത്. അല്ല, ഇപ്പോൾ അദ്ദേഹത്തിന് അതൊക്കെ കാണാൻ, രാഷ്ട്രീയ ഒരു പാർട്ടിയുടെ ഉന്നതനായ നേതാവാണ്, അദ്ദേഹത്തിനൊക്കെ കാണാൻ ഉള്ള അവകാശമുണ്ട്. എന്ന് മാത്രമല്ല, CPM കഴിഞ്ഞ കുറെ കാലങ്ങളായി നിരന്തരമായി തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയെ അതിജീവിക്കാൻ കഴിയാത്ത അവസ്ഥാവിശേഷമുണ്ട്, സംഘടനാപരമായ ദൗർബല്യമുണ്ട് എന്ന് സംഘടനാ റിപ്പോർട്ടുകൾ തന്നെ വ്യക്തമാക്കുന്നു. അത്തരമൊരവസരത്തിൽ ഇങ്ങനെ ഒരു കച്ചിത്തുരുമ്പിലെങ്കിലും പിടിച്ച് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് അദ്ദേഹമോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ ആലോചിച്ചാൽ അതിന് കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ കേരള കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടാകും എന്ന് കരുതി അതിനുവേണ്ടി വെള്ളം വെക്കേണ്ടതില്ല എന്ന് വിനയപൂർവ്വം സൂചിപ്പിക്കാൻ. ഒരു കച്ചിത്തുരുമ്പല്ല, ഈട്ടിത്തടിയായിപ്പോയി. എന്തായാലും ദയവായി തുടരുക. ശ്രീ ബിജു രമേശ്, മേൽക്കോടതിയിൽ എന്തായാലും ഈ വിഷയം ഉയർത്തപ്പെടും, ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളാൽ കൊണ്ട്. പക്ഷേ ഇപ്പോൾ ആദ്യം സുകേശനെതിരെയായിരുന്നു വിമർശനമുണ്ടായിരുന്നത്. സുകേശൻ മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി കൊടുക്കുന്നു, സുകേശൻ ഏകപക്ഷീയമായി അന്വേഷിക്കുന്നു എന്ന്. ജോൺ കൈലിക്കാടൻ്റെ വിധി വരുമ്പോൾ ഗംഭീര ടൈമിംഗ് എന്ന് പറഞ്ഞും അതിനെ വിമർശിക്കുന്നു. ഈ കോടതിയിൽ മാത്രം നിൽക്കില്ല, മേൽക്കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ ഇത് അനാവശ്യമായ വൈകൽ ഇക്കാര്യത്തിലുണ്ടാകും. 1. 2, അതിനിടയിൽ സുപ്രീം കോടതിയിൽ ബാർ കേസിൽ അന്തിമവിധി വരികയാണ് എങ്കിൽ അക്കാര്യത്തിൽ പറഞ്ഞു തീർക്കാവുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ട തെളിവുകളുണ്ടല്ലോ. KBHA എത്ര കോടി രൂപ പിരിച്ചു എന്നത് അന്വേഷിക്കണം, 50 ലക്ഷത്തിൻ്റെ കാര്യത്തിൽ വ്യക്തത വരുത്തണം, CD പരിശോധിക്കണം. ഇതിലൊക്കെ തന്നെയും ഈ ബാർ ഉടമകളുടെ സഹകരണം അനിവാര്യമാണ്. എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കാവുന്ന രീതിയിലാണോ? ഇല്ല, ഇന്നലെ തന്നെ നമുക്ക് എലിഗൻസിലെ ബിനോയിയൊക്കെ സംസാരിക്കുന്ന കേട്ടായിരുന്നു. അവരൊക്കെ ഇപ്പം ഒരു കാര്യങ്ങൾ തുറന്നു പറയണം എന്നുള്ളൊരവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. കഴിഞ്ഞ സംസ്ഥാന എക്സിക്യൂട്ടീവിലും ഇതുവരെ പിരിച്ചതിൻ്റെ കണക്കുകൾ വളരെ വ്യക്തമാക്കണമെന്നുള്ള സംഭാഷണങ്ങൾ വളരെ രൂക്ഷമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പലരും ഇതിൻ്റെ കണക്കുകളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുമെന്നുള്ളൊരു അവസ്ഥ സംസ്ഥാന എക്സിക്യൂട്ടീവ് വിളിച്ചാൽ തന്നെ നിൽക്കുന്നൊരവസ്ഥയാണ്. പിന്നെ ബാറിൻ്റെ വിഷയം വിധി അനുകൂലമല്ലാതെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിനകത്ത് നിൽക്കുന്ന പലരും അത് പുറത്തു പറയുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നുള്ള അവസ്ഥയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ അനുകൂലമായി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ കിട്ടുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ കൂടെ സ്വാധീനമുണ്ടെങ്കിൽ മാത്രമേ, ചിലപ്പോൾ ഗവൺമെൻറ്റിലേക്കാണ് ഈ കോടതി നിർദ്ദേശിക്കുന്നതെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കൂടെ കയ്യിലെടുത്തുകൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ആ ഒരു പ്രഷർ ടാറ്റിക്സാണ് ബാർ അസോസിയേഷൻ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളും എവിഡൻസുകളും പുറത്തു വിടാതെ ഒരു ഭീഷണിയായിട്ട് തന്നെ ഈ സെക്രട്ടറിയും ഈ രാജ്കുമാറും അടക്കമുള്ളവർ നിൽക്കുന്നതിൻ്റെ ഒരു കാരണം അത് തന്നെയാണ്. അത് തോറ്റു കഴിഞ്ഞാൽ, ഈ കേസ് സുപ്രീം കോടതിയിൽ തോൽക്കുകയാണെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്നും ഈ പറയപ്പെടുന്ന ബിനോയ് ഉൾപ്പെടെ, ബിനോയുടെ ഒരുപാട് എവിഡൻസുകൾ ഉള്ളതാണ്, ബിനോയ് ഉൾപ്പെടെയുള്ളവർ ആ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. KM മാണിയിൽ മാത്രം അത് ഒതുങ്ങുകയില്ല എന്ന വസ്തുത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ബിനോയുമായി ഇപ്പോൾ കോൺടാക്ട് ഉണ്ടോ ബിജു രമേശ് താങ്കൾക്ക്? ബിനോയ് കഴിഞ്ഞ ദിവസം 700 ബാർ ഉടമകളിൽ നിന്ന് 1-2 ലക്ഷം രൂപ വെച്ചെങ്കിലും പിരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 14 കോടി രൂപ 2014 മാർച്ച് മാസത്തിൽ KBHA ലീഗൽ ഫണ്ടിനായി പിരിച്ചിട്ടുണ്ട്. ഈ കോടതി വിധിയിൽ, ജോൺ കെ ഇല്ലിക്കാടൻ്റെ കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ലീഗൽ ഫണ്ടായി പിരിച്ചിട്ടുള്ള തുക, അതിൻ്റെ ക്വാണ്ടം എത്രയാണ് എന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയാൽ മാത്രമേ 50 ലക്ഷം അടക്കമുള്ള കണക്കുകളെക്കുറിച്ച് നമുക്ക് ബോധ്യമാകൂ എന്ന്. അതിനാണ് തുടരന്വേഷണം ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അത് പറയുന്നതിനൊപ്പം തന്നെ എലഗൻസ് ബിനോയ് പറയുന്നത് ബിജു രമേശിൻ്റെ വീട്, 40 വർഷം പഴക്കമുള്ള വീട്, അതുപോലും പൊളിക്കാൻ വേണ്ടി KM മാണി ശത്രുത മനോഭാവം കാണിക്കുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിജു രമേശ് ഒറ്റക്കായിരുന്നുവെങ്കിൽ ഇപ്പോൾ കെ ബാബുവിൻ്റെ ബിനാമി എന്ന് അറിയപ്പെടുന്ന എലഗൻസ് ബിനോയ് പോലും ബിജു രമേശിന് വേണ്ടി വാദിക്കുന്നു എന്ന് പറയുമ്പോൾ
നിങ്ങളൊക്കെ തന്നെയും ഒരു ഗ്രൂപ്പായി മാറിയോ? KBHA-യുടെ ഒരു വിഭാഗമായി അത് പിളർന്നു കഴിഞ്ഞോ? ഞാനും ബിനോയ് വസ്തുതകൾ സത്യം പറഞ്ഞതേ ഉള്ളൂ. ഞാനും ബിനോയായിട്ട് സംസാരിച്ചിട്ട് മാസങ്ങളായി. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതയാണ് എന്നുള്ള ആ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വെച്ചാണ് ഞാൻ ബിനോയുമായിട്ട് സംസാരിക്കുന്നത്. അതിനുശേഷം സംസാരിച്ചിട്ടില്ല. പക്ഷേ ബിനോയ് ഇപ്പോൾ കാര്യങ്ങൾ വേറെ പറഞ്ഞു പറ്റിക്കുന്നു എന്നുള്ള അവസ്ഥ എത്തിയപ്പോഴാണ് ബിനോയുടെ ഇൻവെസ്റ്റ്മെൻറ്റും അതിനകത്ത് കിടക്കുകയല്ലേ. ബിനോയ്ക്ക് നല്ലൊരു 9ഓളം ഹോട്ടലുകളുണ്ട്. ആ 9ഓളം 4 സ്റ്റാർ ഹോട്ടലുള്ള 3 സ്റ്റാർ ആയിരുന്ന 4 സ്റ്റാർ ആക്കി തുറന്നു കൊടുത്തു, എല്ലാം റെഡിയാവുമെന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും ആവാത്ത അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ആ ഒരു വികാരമാണ് ബിനോയ് പ്രകടിപ്പിക്കുന്നത്. ഈ 2 ലക്ഷം രൂപ വെച്ച് ബാറുകളിൽ നിന്ന് ഈ മാർച്ച് മാസം കളക്ട് ചെയ്തിട്ടുള്ളതിൻ്റെ വസ്തുത ശരിയാണ്. അതുകൊണ്ട് തന്നെ 300ഓളം ആൾക്കാരെ മൊഴിയെടുത്തതും അതിനു വേണ്ടിയായിരുന്നു. അപ്പോൾ ആ മൊഴികളിൽ എല്ലാം തന്നെ പൈസ കൊടുത്തിട്ടില്ല എന്ന് പറയണമെന്ന് ധനേഷും ഉണ്ണിയും എല്ലാവരെയും വിളിച്ച് പറഞ്ഞെങ്കിൽ പോലും അത് ഒരുപാട് പേര് വോളണ്ടറി ആയിട്ട് വന്ന് പൈസ കൊടുത്തതായി മൊഴി കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുകയും 62 പേരുടെ ലിസ്റ്റ് ഞാൻ തന്നെയാണ് വിജിലൻസിൽ കൊടുത്തത്, അവർ മൊഴി പറയാൻ തയ്യാറാണ് എന്ന്. അവർക്ക് ഇൻകം ടാക്സ് പ്രശ്നം വരും, നിങ്ങൾ പ്രതിയാകും, പല രീതിയിലുള്ള ഭീഷണികൾ അവരെ മുഴക്കിയെങ്കിലും അവർ 2 ലക്ഷം രൂപ വെച്ച് മാർച്ച് മാസം കൊടുത്തതായി വന്ന് ഈ വിജിലൻസിൽ മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ള അതേ 300ഓളം പേര് ചോദിച്ചപ്പോഴും അവരും മൊഴി നൽകിയിട്ടുണ്ട്. തുടർന്നുള്ള അന്വേഷണം നടക്കുകയാണെങ്കിൽ ഇത് മാത്രമല്ല, ഇത് മാർച്ച് മാസത്തിൽ മാത്രമുള്ള കണക്കുകളാണ് ഈ വരുന്ന 14 കോടി രൂപ. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഏകദേശം 25 കോടി രൂപയ്ക്ക് എന്തായാലും ബാർ തുറക്കണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച തീരുമാനം സുപ്രീം കോടതിയിൽ ഉണ്ടാകുമ്പോൾ മലവെള്ളപ്പാച്ചിൽ തന്നെ ആരോപണങ്ങളുടെ കാര്യത്തിൽ, തെളിവുകളുടെ കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് ബിജു രമേശ് പറയുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ TM തോമസ് ഐസക്, ബിജു രമേശ്, VS സുനിൽകുമാർ MLA, ഒപ്പം തന്നെ PC ജോർജ്, ജോസഫ് M പുതുശ്ശേരി, ഒപ്പം തന്നെ പ്രിൻസ് ലൂക്കോസ് തുടങ്ങിയവർക്കും, ഒപ്പം തന്നെ ആനത്തലവട്ടം ആനന്ദനും നന്ദി.